നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഈ മാസാവസാനത്തോടെ ഉണ്ടാകുമെന്ന് AICC സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രി. MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആയിരിക്കും. സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് ഉണ്ടാകുമെന്നത് ഇപ്പോൾ പറയാനാവില്ലെന്നും മിസ്ത്രി പറഞ്ഞു. Well, we hope to complete the process by end of this month. So that's the reason why we have come to interact with all our leaders, senior people, MLAs, MPs, and so on. When does the process becomes final? That I can't say right now. This is not. Lot of things have to be considered, before we take a decision. Tentatively, we feel that as a screening committee, we will finish the task by the end of this month, and we'll put forward our views. What about the norms? Actually, have the norms been prepared, or it has to be prepared? No, not yet. But we are taking, the opinion of the all senior leaders to do that. What about the sitting MLAs? The committee is considering the survey reports. I can't answer that right now. Because you have a very long association with Kerala, so will the... It is a beautiful state. I like it. Thank you. That's good. Will sitting MLAs Hopefully, I feel that I should come down to Kerala and settle here. So will the sitting MPs be contesting in some directions? It is a policy decision. We will consider the High Command and will take this. It's a policy decision. Sorry? Policy decision of High Command. Yeah, it is policy decision. No? So if they are being contested, it will be taken by the High Command. The decision will be taken by the High Command. Whether they should contest or not, that decision has to be taken in a High Command. Okay? Thank you very much, all of you. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകും. സുനിൽ, സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മിസ്ത്രിയും സംഘവും എത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? രണ്ടാംഘട്ട ചർച്ചകൾക്ക് വേണ്ടിയാണ് സൈഫുദ്ദീൻ ഇന്ന് മധുസൂദൻ മിശ്രയും ഒപ്പം മറ്റ് 3 സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇപ്പോൾ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അവർ KPCC അധ്യക്ഷനടക്കമുള്ള ആളുകളുമായി ഇപ്പോൾ പ്രാഥമികമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UDF കൺവീനർ അടക്കമുള്ള ആളുകളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി ഇവിടെ KPCC ഓഫീസിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. വെള്ളിയാഴ്ച KPCC അധ്യക്ഷൻ നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കാനായിരുന്നു തീരുമാനം. അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തിയത്. പക്ഷേ അത് എന്തായാലും ഫലം കണ്ടിട്ടില്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പട്ടിക പുറത്തിറക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആദ്യഘട്ട പട്ടിക പൂർത്തിയാക്കാൻ കഴിയും, പുറത്തിറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം അവസാനത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രക്രിയകളും പൂർത്തിയാക്കുമെന്നാണ് യോഗത്തിന് കയറുന്നതിന് തൊട്ടു മുമ്പ് മധുസൂദൻ മിസ്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് സിറ്റിംഗ് MLA-മാർ എല്ലാവരും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ സിറ്റിംഗ് MLA-മാർ തുടരട്ടെ എന്നൊരു നിലപാടാണ് ഇപ്പോൾ KPCC-ക്കുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃപ്പൂണിത്തുറ K. ബാബു, അദ്ദേഹം മത്സരിക്കാനില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുലിന് അവിടെ സീറ്റ് ഉണ്ടാവില്ല കോൺഗ്രസിന്റെ ബാനറിൽ നിന്ന് ഉറപ്പുമാണ്. എന്തായാലും ആ 2 സീറ്റുകൾ ഒഴികെ ബാക്കിയുള്ളിടത്തെല്ലാം സിറ്റിംഗ് MLA-മാർ തന്നെ തുടരാനാണ് സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം MP-മാർ ആരെങ്കിലും മത്സരരംഗത്തുണ്ടാകുമോ എന്നതാണ്. അതൊരു നയപരമായ തീരുമാനമാണ്. അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന മറുപടിയാണ് മധുസൂദൻ മിസ്ത്രി പറഞ്ഞത്. അതായത് MP-മാർ ആരും മത്സരിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ MP-മാരെ എവിടെയെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ മത്സരിപ്പിക്കേണ്ട ആവശ്യമുണ്ടായാൽ മത്സരിപ്പിക്കുമെന്നൊരു സൂചന കൂടിയാണ് മധുസൂദൻ മിസ്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വരുന്നത്. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ജാഥ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ സിറ്റിംഗ് MLA-മാരുടെ പട്ടികയും ഒപ്പം മറ്റ് ചില മണ്ഡലങ്ങളിലെ പട്ടികയെങ്കിലും പുറത്തിറക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. എന്തായാലും ജാഥ തുടങ്ങുമ്പോഴും പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മുന്നണിയിലെ സീറ്റ് വിഭജനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നതാണ്. ലീഗുമായിട്ടുള്ള ചർച്ചകളാണ് പ്രധാനമായും ഇപ്പോഴും പൂർത്തിയാവാത്തത്. കാരണം ലീഗുമായിട്ടുള്ള ചർച്ചകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൂടി ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കും എന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് വിഭജനം പൂർത്തിയാവേണ്ടതുണ്ട്. ആ സീറ്റ് വിഭജനം ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജനമാണ് പ്രധാനമായും ഇനിയും പൂർത്തിയാവേണ്ടത്. കാരണം 3 സീറ്റുകൾ ഏറ്റെടുക്കുന്നതിനെയൊക്കെ ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, തിരുവമ്പാടി അടക്കമുള്ള സീറ്റുകൾ. എന്തായാലും VD സതീശന്റെ ജാഥ ആരംഭിച്ചാൽ ഉടൻ തന്നെ ആ ജാഥയ്ക്കൊപ്പം
ഈ സീറ്റ് വിഭജന ചർച്ചകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന തീരുമാനമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ജാഥ കോഴിക്കോട് എത്തുമ്പോഴേക്കും എങ്കിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ ഘടകകക്ഷികളിലെ ചില ചെറിയ ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ചകളൊക്കെ ഇന്നലെ നടന്നിരുന്നു. ഇന്നലെ ഷിബു ബേബി ജോണ്, ഒപ്പം PV അൻവർ, NK പ്രേമേന്ദ്രൻ തുടങ്ങിയ ആളുകളുമായുള്ള ചർച്ചകൾ ഇന്നലെ പ്രാഥമിക ചർച്ചകൾ കന്റോൺമെന്റ് ഹൗസിൽ പൂർത്തിയായിട്ടുണ്ട്. അത് ധാരണയായിട്ടുണ്ടായ കാര്യത്തിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഇനി പ്രധാനപ്പെട്ട മുന്നണികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളുണ്ട്, പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരിക. സുനിൽ ഐസക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശം.